വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും മമ്മിയുടെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുക. പാണൻകുഴി ഇക്കോ ടൂറിസം. അവിടെ വെള്ളത്തിൽ കുളിക്കാമെന്നുള്ള വ്യാജേനയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ. നമ്മൾ കാക്കനാട് നിന്ന് നേരെ പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ ഈ കോടനാട് പോകുന്ന വഴി കയറിയിട്ട് പാണൻകുഴി അവിടേക്കാണ് പോകുന്നത്. പക്ഷെ മഴയാ, എന്താ അവസ്ഥ എന്നറിയത്തില്ല. അവിടെ ഓപ്പൺ ആണോ, അവിടെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. വരുന്ന വഴി നല്ല മഴയും കിട്ടി. ഞങ്ങൾ മഴ നനഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുക അല്ലേ. സോ അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം ഓരോ സ്ഥലങ്ങൾ. മഴയാണെങ്കിൽ ചീറ്റിപ്പോയല്ലോ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പാണൻകുഴി പാർക്കിംഗ് അവിടെ കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതിലേക്കിട്ട് നടക്കുക. മമ്മിയാണെങ്കിൽ നനഞ്ഞു കൂടിയിട്ട് ഇതാ എന്റെ ബാഗിനകത്ത് ഇട്ടോ. ഇതിലൊക്കെ ബസ് റൂട്ടാട്ടോ. ഇത് പാണൻകുഴി ലാസ്റ്റ് സ്റ്റേഷനാണ്. മീൻസ് ഇതെന്താ ട്രെയിനോ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയാം. ലാസ്റ്റ് സ്റ്റോപ്പ് അത് അവിടെ ബസ് കിടക്കണുണ്ടോ. ഇവിടെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ സ്ഥലമുണ്ട്. പക്ഷെ നമ്മള് അവിടെ പോയിട്ട് അതിന്റെ ഉള്ളിലേക്കിടെ പോയിട്ടാണ് ഈ ഇതിലേക്കിട്ട് കേട്ടോ. ആരും ഇട്ടേക്കണ ഈ കാട്ടിക്കിടെ കയറിയിട്ടാ പോകേണ്ടത്. ആരെ പിടിച്ച് വലിക്കണേ. ഇത്രയും നേരം ഞങ്ങൾ മഴ നനഞ്ഞതേ മൊത്തം വെയിലടിച്ച് എന്നാ മഴയായിരുന്നു. ആന്നേ. പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയരുത്. വേസ്റ്റ് ബിന്നുകൾ മാത്രം നിക്ഷേപിക്കുക. ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് സ്ഥലം കുളിക്കാൻ. അല്ല ഇത് അഭയാരണ്യമല്ലേ. അല്ല ഇവിടെ തന്നെ കുളിക്കുന്നത്. ഈ ഏരിയ മമ്മി കാട്ടിക്കിട്ടൊക്കെ കേറുകയാണല്ലോ ദൈവമേ. ഇത് മറ്റു സാധനമല്ലേ, ആന വരാതിരിക്കാനുള്ള ഷോക്ക് അടിക്കാതിരിക്കാനുള്ള സാധനമല്ലേ. ഇല്ല ഇതിലെ കയറിക്കോളാം. ചേച്ചി പറഞ്ഞില്ല ഇവിടെ കയറിക്കോളാം. നല്ല വൈബാണല്ലോ കാട്. അല്ല അവിടെ വഴി ഇട്ടിട്ടുണ്ട്, നേരെ ഇട്ടിട്ടുണ്ടെന്നേ. കൊള്ളാല്ലേ. പിന്നെ പ്രശ്നം മമ്മിക്ക് കാട്ടുമഞ്ഞള്. ഇതോ അത് കാട്ടു ചേന. മമ്മി പണ്ട് കാട്ടിലായിരുന്നോ? കാട്ടിൽ നിൽക്കുന്നവരുടെ കാട്ട് നടക്ക്. ആന വരുമോ അമ്മേ? നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അഭയാരണ്യത്തിന് മുന്നേ പോയിട്ടുള്ളത് കൊണ്ട് ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് 50% ഡിസ്കൗണ്ട് കിട്ടും. ലൈക്ക് 2 പേരായതുകൊണ്ട് ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ് ഫെയർ വരുന്നേ. അപ്പൊ 50 100 ആയിരുന്നു. അപ്പൊ 50 രൂപയാക്കി. പിന്നെ 20 രൂപ ടിക്കറ്റ് ചാർജ്. അയ്യോ, ഫ്ലൈറ്റ് പോണമേ മോളിക്കടെ. ചീവീടിന്റെ ഒക്കെ വെച്ച ചെതൽപ്പുറ്റ നിറച്ചു. അട്ടയുണ്ടാവോ? പാമ്പല്ല, അട്ട. ആ മരമൊക്കെ നോക്കിയാ നിൽക്കുന്നത്. എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ. പേരൊക്കെ നോക്കി ഊഞ്ഞാലാടാൻ പറ്റിയ പേര്. മരം നോക്കിയ ഗൈസ് അടിപൊളി. അവിടെ കുറെ വേരുകളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വേരുകൾ. മണ്ടയിലോട്ട് നോക്കിയേ. വള്ളികള്, ഇത്തിരി വെള്ളികൾ ഈ മരത്തക്കട ചുറ്റി കയറി ഇരിപ്പുണ്ട്. കൊറേ വള്ളികളേ മരത്തക്കട കയറി പോയിട്ടുണ്ട്. നല്ല മരമാണ്. ഏതാണ്ടൊക്കെ ദൂരത്തെ കായിട്ടിരിക്കുന്ന മരപ്പട്ടിയാ. തിന്നു തൂറിയതാ. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണം ഈ മരത്തിന്റെ. ഗൈസ് ഞങ്ങൾക്ക് വഴി ഇത് മറ്റേ ഞങ്ങള് കാട്ടിലൊക്കെ ആണോ? അപ്പുറത്തൊന്നും എഴുതി വെച്ചിരിക്കുന്നത് ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോന്നൊന്നല്ല, അത് വേറെ. ദൈവമേ, ഞങ്ങൾ വഴി തെറ്റിയാണോ പോകുന്നൊരു ചെറിയ സംശയം. കാട്ടിക്കട കയറ്റി വെച്ചിട്ട് ആ ചേച്ചി പറഞ്ഞു ഇതിലേ വെക്കോ ഇതിലേക്കട പോവാനാണോ വെയില്. ഇവിടെ നല്ല വെയിലും. അന്നെ അപ്പൊ അങ്ങോട്ട് വഴി കാണുന്നുണ്ടുവാ. പൂച്ചയോ ആരുടെ വാവലോ. ദൈവമേ,
ഞങ്ങളിനി മറ്റേ ഇവര് വഴി തെറ്റിപ്പോയ പോലെ വഴി തെറ്റി ഞങ്ങള് ആ ചെറുക്കന്മാര് വഴി തെറ്റിപ്പോയ പോലെ ഞങ്ങളും പോവോ എന്തോ. വഴക്കുണ്ടാക്കി പോയെന്ന് തോന്നുന്നു. അതാ മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന എന്തോ കിളിയാ. നല്ല രസം. ഊഞ്ഞാല് വരെ തലേക്കട പൊട്ടി താഴെ വീണം. പൊട്ടി വണ്ടി എന്തോ കാണി. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഒരു സെക്യൂരിറ്റി ഇല്ല, ക്യാമറയില്ല, മനുഷ്യന്മാരില്ല, കാട് ഘോരഘോരമായ കാട്. ഇന്നാണെങ്കിൽ ആൾക്കാരും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോകുന്ന ഡയറക്ഷൻ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ആരോ ഇട്ടിട്ടുണ്ട്. കറക്റ്റാ, ആരോ കാണുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനൊരു ആരോ ഉണ്ട്. ഇപ്പൊ എന്തോ ഒരു സാധനം മുകളിൽ ഇരുന്ന് കരയുന്നുണ്ട്. അതെന്താ സാധനം എന്ന് മനസ്സിലാവുന്നില്ല. ആരാ? മമ്മി പറഞ്ഞു വലിയ മറ്റേ പാലമരം കാണുന്നുണ്ട്, വല്ല പ്രേതമാണോന്ന്. ദീ മമ്മി മഞ്ചാടിക്കുരു. ദീ ഹായ് മഞ്ചാടിക്കുരു. ഇതേ നീ കൊറേ മഞ്ചാടിക്കുരു. ഏത് ആവോ ഈ മഞ്ചാടിക്കുരു. മഞ്ചാടിക്കാറ്റിനുള്ളിലെത്തി ഭീമൻ ഭീകരൻ. വലിയ വലിയ മരങ്ങൾ. വിശക്കാൻ തുടങ്ങിയമ്മേ? എന്താ മമ്മിക്ക് നീന്താൻ അറിയാന്നുള്ള ഒറ്റ പ്രതീക്ഷയല്ല ഞാൻ പോവാന്നൊക്കെ. അല്ല, അതവിടെ സേഫ് ആയിട്ട് കെട്ടി വെച്ച സ്ഥലത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലായിടത്തും പോയിട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല. കയ്യൊക്കെ നോക്കിയാൽ മരച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളെ നടന്ന് ഏകദേശം എവിടെയും എത്തി. അവിടെ കഫറ്റീരിയയുടെ എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സെക്യൂരിറ്റി ഉണ്ടാവുന്നാണ് ചേച്ചി പറഞ്ഞു. അതേ ഊഞ്ഞാലൊക്കെ. അപ്പൊ നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാ, തെറ്റി പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെയാ മറ്റേ സ്ഥലത്ത് ഇതുപോലെ കാട്ടിക്കട നടക്കണം. പക്ഷെ ആ കാട്ടിക്കട പോകുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആൾക്കാരുണ്ടാവും, സെക്യൂരിറ്റികൾ. വെള്ളം ഒഴുകിയതാണ്. ഇത് മുറിച്ചതാണ് തോന്നുന്നു. ഇതേ കഫറ്റീരിയ. ഇത് മറ്റേ വഴിയാന്ന് തോന്നുന്നേ. ഇതായിരിക്കും മെയിൻ റോഡ്. പക്ഷെ രസമുണ്ട്. ചേട്ടാ എവിടെയാ ഇറങ്ങുന്നേ? അതിലേക്കിടെയാ? ഇവിടെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? നല്ല മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? ചുവന്ന റിബൺ മറിച്ച് കിടക്കരുത്. അതിന്റെ റിബൺ ഇവിടെ. അത് അപ്പറേ അല്ലേ? ആ ഏരിയ ആണോ ഏട്ടാ പോവരുതെന്ന് പറയണേ? വേനൽക്കാലത്ത് കൂടുതലോ? അതെന്നെ. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ പാണംകുഴി. ജലദേവത നീരാടുന്നു ജലദേവത. മമ്മിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാ മതി, മമ്മി ഹാപ്പി. ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. നീന്തമ്മി നീന്ത്, ഇച്ചിരി നീന്തിയാ മതി. ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. ഇവിടെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. തെളിയുണ്ട്. അങ്ങോട്ട് കാണുന്ന ഏരിയയിലേക്ക് ഞങ്ങൾ പോകണില്ല. ഞങ്ങൾ ഈ ഒരു ആഴമുള്ളത് മമ്മി കിടക്കണം.
ഇവിടെ മാത്രമേ ഞങ്ങൾ ഇറങ്ങണുള്ളൂ. കാരണം ഇന്ന് അധികം ആൾക്കാരില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ആപത്ത് വിളിച്ചു വരുത്തുന്നേ അല്ല. അതെ, ഞങ്ങൾ ഇവിടെ കണ്ട് സംതൃപ്തരാ. മർമാദിക്കട്ടെ. അവിടെ നിന്ന കാരണം അത്ര വെള്ളം ഉള്ളു. ഇവിടെ ഇത്ര വെള്ളമുണ്ട്, ഇത്ര വെള്ളമുണ്ട്. അങ്ങോട്ട് പോയാൽ എത്രയൊക്കെ വെള്ളമുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറി. ഇവിടെ ഇത്രയുണ്ട്. ചാടി ചാടി ഇപ്പൊ നിൽക്കാനും പറ്റില്ല. അടുത്ത പ്ലേസ് ഞങ്ങൾ കുളിക്കുക. ഞങ്ങൾ കുളിക്കുക. ഫ്ലൈറ്റ് രണ്ടെണ്ണം ഒന്നിച്ചല്ലോ. എയർപോർട്ടിന്റെ അടുത്തല്ലേ ഇത്? എയർപോർട്ടിൽ നിയർ ബൈ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യണം. വലിയ മഴ വരാനും പോകുന്നുണ്ട്. നല്ല വൈബാട്ടാ. കണ്ടാ മമ്മി നിൽക്കണ നോക്കിയേ. ഏറുമാടം ഉണ്ട് ഇവിടെ. അവിടെ ഏറുമാടം ഉണ്ട്. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് 6 മണിയാകുമ്പോഴത്തേക്കും, 6 മണിക്കല്ല 5:15 പെരുമ്പാവൂർ എത്തണം. സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ബ്രദർ. അവൻ വർക്ക് ചെയ്യണ തിയേറ്ററിൽ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോ അറിയാം എന്താ അവസ്ഥ. മമ്മിക്ക് പിന്നെ വെള്ളം, മമ്മി കുറേ നാളായി ഇങ്ങനെ കുളിച്ചിട്ട്, അല്ല അങ്ങനെ കുളിച്ചിട്ട്, മമ്മി പുഴയില് ഇറങ്ങി കുളിച്ചിട്ട് കുറേ നാളായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോരുന്നല്ലേ. അപ്പൊ പിന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് നമുക്ക് പോവാന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്ന. മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു 3 ദിവസം മുന്നേ. വെള്ളത്തിൽ ചാടിക്കാൻ കൊണ്ടുവന്നാള്. വെള്ളത്തിൽ നോക്കിയിട്ട് കൊല്ലാൻ കൊണ്ടുവന്നു. മമ്മിനെ കാണുന്നില്ല. മമ്മി ഏതോ മൂലക്കൊക്കെ പോയിരിക്കുന്നു. ഞാൻ നീന്തി വന്നു. ഇതേ പോണ് പുറകേക്കടെ. നല്ല രസമാണ്. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ വന്ന് കിടക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ കുറേ കാടുകള്, പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ കുറെ നേരം കിടക്കുക. ആഹാ, ഇവിടെ മുഴുവൻ കാടാ. കോടനാടൊക്കെ അടുത്തല്ലേ ഇവിടെ? പാണിയേലിപ്പൂർ അപ്പുറത്തെ ഭാഗമാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് പാണകുഴിയിൽ വരുന്നത്. ഇവിടെ മറ്റേ കൊട്ടവഞ്ചി സഫാരിക്ക് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. ഇത് ഒഴുക്ക് ഭയങ്കര കൂടുതലാ. നമ്മൾ നിൽക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡിൽ ഭയങ്കര ഒഴുക്ക്. ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഇപ്പൊ മമ്മി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. തോർത്ത് വേണോ? തല തോർത്താ? തല നനഞ്ഞില്ലല്ലോ. തല നനച്ചില്ല. ലാസ്റ്റ് തല നനച്ചില്ല. എനിക്ക് ഒരു ഇത് പോയതിന്റെ പനി വിട്ട് മാറിയിട്ടില്ല ഇതുവരെയായിട്ടും. ചുമ മാറിയിട്ടില്ല, പനി പോയി. അടുത്തത് പനിക്കാൻ വരുന്നതാണോ എന്നൊരു സംശയം തോന്നിട്ടുണ്ടായിരുന്നു. വിഷമല്ലേ? വിഷമൊന്നുമില്ല. ആ ശരി. ഇത് ഭയങ്കരമായിട്ട് മൂടിയിരിക്കുന്നുണ്ട്. ആകാശം നോക്കിയാ മഴ പെയ്യാൻ പോണോ? മൂടിക്കെട്ടി വരുന്നു. വിശക്കുന്നില്ല. ഇതൊരു രസമല്ലേ പുഴക്കത്തൊക്കെ നിന്നോണ്ട് തിന്നാം. ഞങ്ങൾ അവിടെ വലിച്ചെറിഞ്ഞല്ല കേട്ടോ. ഞങ്ങളുടെ കവറിനകത്ത് ഇട്ടോണ്ട് പോകും. അങ്ങനെ പുഴയിൽ നീരാടി നനഞ്ഞു കുളിച്ച്. ഫെറ്റീരിയാണ്. പിന്നെ ഇതുപോലത്തെ 2-3 കെട്ടുകളുണ്ട്. പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ഊഞ്ഞാലൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ജന്ന 5 മണിയായി. ശരിക്കും 5 മണിക്ക് ഇറങ്ങണം. ഇതിൽ തന്നെ പോവാ. ചേട്ടൻ മരം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? കൊറേ വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ ചേട്ടാ മരങ്ങള്? കൊടയും ചൂടിക്കൊണ്ട് കിടക്കണേ. എന്ത് ഇത് വലിയ മരം കണ്ടോ? ഈ മരമാണോ ചേട്ടൻ പറഞ്ഞേ? എന്നാ വലിയ മരമല്ലേ?
അങ്ങനെ നമ്മുടെ കുളിയും നീരാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറുകയാണ്. ഇത് പാണൻകുഴി എക്കോ ടൂറിസം ആണ്. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. മാത്രമല്ല നമുക്ക് ഈ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണിയലിപ്പോര് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന വഴിയിൽ പാണൻകുഴി ജംഗ്ഷനിൽ നിന്നും 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പെരിയാർ തീരമാണിത്. 100-ലധികം വയസ്സുള്ള പ്രായമുള്ള 100 കണക്കിന് മഹാഗണി തോട്ടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. 2018 പ്രളയത്തിന് ശേഷം പെരിയാർ രൂപപ്പെട്ട മണൽത്തിട്ടകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതൊക്കെ നമുക്ക് സഞ്ചാരികൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം അവിടെ ഊഞ്ഞാലും നടപ്പാതകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് റെസ്റ്റ് ഹൗസ്, ടോയ്ലറ്റ് ഒക്കെ വനം വകുപ്പ് ആക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം പോയി എൻജോയ് ചെയ്യാൻ, ഒരു ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ കാടായതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ആകെ 1-2 പേര് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാട്ടിക്കട പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ പേടിയാകും. കാരണം സ്ഥലങ്ങൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഈ കാട്ടിക്കട പോകുമ്പോഴത്തേക്ക് സെക്യൂരിറ്റീസ് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, അത് അങ്ങേയറ്റ് തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പേടിയാകും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയാണ്. കാട് നമുക്ക് ആദ്യം പേടിയാവുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് കാടിനെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ചു കയറി പോകുന്നപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. കാട് മൊത്തം കണ്ട് എന്തോരം വലിയ വലിയ മഹാഗണികളും പല മരങ്ങളൊക്കെയാണ്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് മരങ്ങളൊക്കെ കാണിക്കാനും ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ്, ഈ കാണുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. പിന്നെ പണ്ടിപ്പോ അവിടെ ആരും താമസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കോടനാടിന്റെ തൊട്ടടുത്താണുള്ളത്. ഒരു 4 കിലോമീറ്റർ കണ്ടാണ് കോടനാട് ഉള്ളത്. കാട്ടുപന്നി ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഇതൊരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ടോ, എൻജോയ് ചെയ്തു. ഇനിയിപ്പോ സിനിമയ്ക്ക് പോകണം. പക്ഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. മഴ ഞങ്ങളെ അങ്ങോട്ട് വന്നപ്പോഴും ചതിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പാണൻകുഴി എന്ന് പറയുന്നത്. അധികം ആരും അങ്ങനെ പോവാത്ത സ്ഥലമാണ്. കോടനാട് വരെ വന്നിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നു. പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ ഒരു വൈബ് പിടിച്ച് കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി കേട്ടോ. മഹാഭാരത കഥയിലെ പകന്റെ കൊട്ടാരം ഉണ്ടായിരുന്നത് അദ്ദേഹം ഉള്ളത് പെരിയാറിലെ തുരുത്താണ്, വെമ്പൂരം. ക്ഷേത്രത്തിന്റെയും കൊട്ടാരത്തിന്റെയും അവശേഷം ഇപ്പോൾ ഇപ്പോഴും തുരുത്തിലുണ്ട്. അവിടെ ഞങ്ങൾ കുളിച്ച് ചീഞ്ഞ് മഴയത്ത് അളിഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ സിനിമയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. 6:15 സിനിമ പെരുമ്പാവൂർ തിയേറ്ററിലാണ് ബ്രദർ എടുത്തേക്കുന്നത്. എവിടെ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. പക്ഷെ മഴയായ കാരണം ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മഴ. നമ്മുടെ എറണാകുളം തൊട്ട് മഴയേ ഇല്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോ തൊട്ട് മഴയാണ്. ഇത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റിന്റെ ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അതിലേക്ക് ഉള്ളിലോട്ട് കയറിപ്പോയത്. നമ്മൾ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി കാണിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. പോകുന്ന വൈൻഡപ്പ് വീട്ടിലേക്ക് പോകും. മഴ ഇച്ചിരി കുറഞ്ഞു നിൽക്കുക. അപ്പം ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലേക്ക് അല്ല പെരുമ്പാവൂർ നോക്കട്ടെ. പെരുമ്പാവൂർ പോയി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു പഴം, നേരത്തെ കഴിച്ച പഴം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളത്തിന്റെ മടി. ഓക്കെ, അപ്പൊ ശരി. നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റി. ഒരു വിധത്തിൽ കൂടിപ്പിടിച്ച് ഇവിടെ എത്തിയായിരുന്നു. ബോക്സ് ഓഫീസിൽ കയറിയിരുന്നു. ഇന്റർവെല്ലായി. ഞങ്ങൾ തിന്നാൻ കിട്ടുമോ നോക്കാം. വിശക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സിനിമയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നേരെ പെരുമ്പാവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു. വരുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് മഴയൊന്നും ആറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സിനിമയ്ക്ക് വരാൻ ഹറി ബറി വന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണാൻ